ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കയ്യിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് അനാമികയും ജാനകിയും കൂടെ ദേവയാനി ഇരിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട്. ഇന്നാ വല്യമ്മേ ജ്യൂസ് എന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടെയൊക്കെ ദേവയാനിക്ക് അനാമിക ജ്യൂസ് കൊടുക്കും. മേടിച്ചിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ ജാനകി പറയും, ഇവിടെ ഒരുത്തിയുടെ 5-ാം മാസത്തെ ചടങ്ങൊക്കെ നടക്കാൻ പോവല്ലേ, അപ്പോൾ അവളുടെ അപ്പനും അമ്മയും വരുന്ന കൂട്ടത്തിൽ അവളുടെ അനിയത്തി എന്ന് പറയുന്ന അവളൂടെ വരുമായിരിക്കും. അവൾ വരുന്നത് എൻ്റെ മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ജാനകി പറയും. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ, അവളുടെ അനിയത്തി വരണോ വരണ്ടയോ എന്നൊക്കെ പറയുന്നത് അച്ഛനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അവളെന്തിനാ അല്ലെങ്കിലും വരുന്നത്? അവൾ വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അനിയെ കാണുക എന്നുള്ളത് മാത്രമാണ്. അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാനൊക്കെ ഇടപഴകാനുമുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും അവളെയും കൂടെ കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും വരുന്നതെന്നൊക്കെ ജാനകി പറയും. അവളുടെ അനിയത്തി ഒരുത്തി ടൂർ പോയിട്ടുണ്ടല്ലോ, അവളും വിളിച്ച് പറഞ്ഞു കാണും നന്ദുവിനോട് ഇങ്ങോട്ട് വരണമെന്ന്, അനിയുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അവൾക്കും ആഗ്രഹം കാണുമെന്നൊക്കെ പറയും. പിന്നെ ഇവിടെ ഉള്ള 5-ാം മാസക്കാരിക്ക് വിളിച്ച് പറയും അവൾ വരണമെന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേന് നവി അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയത്തിയോട് വരണമെന്ന്. എൻ്റെ 5-ാം മാസത്തെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എനിക്കങ്ങനെ ഒരുപാട് ബന്ധുക്കളൊന്നും വരാനില്ല. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. നിനക്കും അറിയാം അനിയുള്ളിടത്തോട്ട് അവളെ വിളിച്ച് വരുത്തുന്നത് എന്തിനാണെന്ന്, അത് കാരണം തന്നെ അവളെ വിളിക്കുന്നതെന്നൊക്കെ അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് നിനക്ക് എവിടുന്ന് ഇതുമാത്രം ബന്ധുക്കളൊക്കെ ഇരിക്കുന്നതെന്ന് ജാനകി നവിയെ കളിയാക്കുന്നുണ്ട്. അന്നേ നവി പറയും, എനിക്ക് ആവശ്യത്തിന് ബന്ധുക്കളൊക്കെ ഉണ്ട് അച്ഛനും അമ്മയ്ക്കും, പക്ഷേ ഞങ്ങളാരും ഇങ്ങോട്ട് ആരെയും വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളെന്ന് പറയും. അല്ലേ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വരുന്ന പോലും നിങ്ങൾക്കാർക്കും ഇഷ്ടമല്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വരുത്തുന്നതെന്ന് ചോദിക്കും. അതിനിടെ ജാനകി ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, ആദർശ് ടൂറൊക്കെ പോയിട്ട് വിളിക്കുന്നുണ്ടോയെന്ന്. വിളിച്ചായിരുന്നെന്ന് ദേവയാനി പറയും. ഏട്ടത്തി അങ്ങോട്ട് വിളിച്ചതായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അല്ല, ഇങ്ങോട്ടും വിളിച്ചു, ഞാൻ അങ്ങോട്ടും വിളിച്ചു, എന്താണെന്ന് ചോദിക്കും. എന്തായാലും ഇനി ഏട്ടത്തി ഇങ്ങനെ ഇവരെ ഒരുമിച്ചൊന്നും വിടാനൊന്നും പോകണ്ട, അത് ഏട്ടത്തിക്ക് തന്നെ ദോഷം ചെയ്യും. ഇപ്പം തന്നെ നയനയാണ് അവന് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് നയന അവനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കും എന്നൊക്കെ പറയും. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ദേവയാനിക്ക് ഒന്നുമേ തോന്നുന്നില്ല. ഒന്നും മൈൻഡ് അതൊക്കെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ജാനകിയോടും ദേവയാനി പറയുന്നുണ്ട്, നീ അച്ഛനോട് ചെന്ന് പറ ഇവളുടെ ചടങ്ങിന് നന്ദു വരണ്ട എന്നുള്ള കാര്യം. ഇപ്പം ഞാൻ വരണ്ട എന്ന് പറഞ്ഞാൽ പോലും അച്ഛൻ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മോളെയും കൂട്ടി നീ എന്ന് അച്ഛനെ കാണാൻ പറഞ്ഞു വിടും. ജാനകി അനാമികയും വിളിച്ചുകൊണ്ട് മുത്തശ്ശനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴത്തേന് നവ്യ ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മായിക്കും എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നൊന്നും ഇഷ്ടമല്ലെന്ന് അറിയാം. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ ഒരു അധികപ്പറ്റായിട്ടാണ് ജീവിക്കുന്നത്. അതിനിടയിൽ എൻ്റെ അനിയത്തിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നുമില്ല. വീർപ്പ് മുട്ടി തന്നെയാണ് ഞാനും എൻ്റെ അനിയത്തി ഇവിടെ കഴിയുന്നത്. എത്രയിടം വരെ പോകുമെന്ന് പോലും അറിയത്തില്ല. പിന്നെ ആദർശേട്ടൻ എന്തായാലും നയനെ സ്നേഹിക്കുന്നെങ്കിലും ഉണ്ട്, എനിക്കാണെങ്കിൽ അതുപോലുമില്ല. പിന്നെ ഞങ്ങളിവിടെ മാക്സിമം കടിച്ച് പിടിച്ച് നിൽക്കുന്നതേ ഉള്ളെന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് എന്താ വിഷമം പോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പറയും, നിൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരികയോ പോവുകയോ എന്ത് വേണേൽ ചെയ്തോ, അതൊന്നും ഇതിനകത്ത് ഞാൻ ഇടപെടാനൊന്നും പോകുന്നില്ല എന്ന് പറയും. അനാമികയും ജാനകിയും കൂടെ മുത്തശ്ശനെ ചെന്ന് കണ്ട് പറയുന്നുണ്ട്, നന്ദു ഇവരുടെ ഫംഗ്ഷന് വരാണ്ട എന്ന്. അത് തീരുമാനിക്കുന്നത് നീയല്ല. ഈ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിലാരൊക്കെ പങ്കെടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയും. പിന്നെ നന്ദു എന്തുകൊണ്ട് വരാതിരിക്കണം? നന്ദുവിൻ്റെ ചേച്ചിയുടെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. ആ കുട്ടിയുടെ 2 ചേച്ചിമാരും ഈ വീട്ടിൽ ആണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇവിടെ വരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് പറയും. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, നന്ദു വരണമെന്നുള്ള കാര്യം ഞാൻ ആ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരിക്കുന്നെന്ന് പറയും. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞ്? അവർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നന്ദുവിനെയും അനിയെയും കൂടെ അടുപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും. അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഇവക്ക് അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ ഇവളുടെ കൂടെയല്ലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ ചോദിക്കും. എനിക്ക് എന്നോട് ഒരിക്കലും സ്നേഹമില്ലല്ലോ എന്ന് പറയും. മോക്ക് സ്നേഹമുണ്ടോ അനിയനോടെന്ന് ചോദിക്കുമ്പോൾ അനാമിക അങ്ങ് മിണ്ടാതി. ആദർശം നയനയും കണ്ടില്ലേ, അവരിപ്പോൾ ഒരു ടൂർ പോയിരിക്കുക. നേരത്തെ ഇവരും കല്യാണം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഭയങ്കര വഴക്കൊക്കെ ആയിരുന്നു. ഇപ്പം കണ്ടില്ലേ ആദർശിന് നയന എന്തുമാത്രം സ്നേഹമാണെന്ന്. അത് ആരുടെ മിടുക്കാണെന്ന് ചോദിച്ചാൽ നയനമോളുടെ മിടുക്കാണ്. നയനമോളാണ് ആദർശിനെ സ്നേഹം കൊണ്ട് വശത്താക്കിയത്. അതുപോലെ മോക്കും പറ്റുമല്ലോ, അനിയെ സ്നേഹിച്ച് വശത്താക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കും. ഭർത്താവ് വഴിതെറ്റി പോകുമ്പോൾ ഭാര്യമാർ
അച്ഛന്മാർ വേണം അവരെ നേർവഴിക്ക് നയിക്കാൻ, അത് സ്നേഹം കൊണ്ട് വേണമെന്നൊക്കെ പറയുമ്പോൾ അനാമികയ്ക്ക് ഒന്നും പറയാനില്ല. എന്തായാലും ആ കുട്ടി ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കുക തന്നെ ചെയ്യുമെന്ന് മുത്തശ്ശൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി ആരും ഇത് തിരുത്താനും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുമ്പോഴത്തേന് ജാനകിക്കും അനാമികയ്ക്കും മനസ്സിലാവും അവരുടെ വാദം ഒന്നും അവിടെ ഏറ്റില്ലെന്ന്. ഇനി നിന്നിട്ടും കാര്യമൊന്നുമില്ലെന്ന് അറിയുമ്പോഴത്തേന് അവർ രണ്ടുപേരും പുറത്തേക്ക് പോകും. എന്നാലും അനാമികയ്ക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെയും നടത്തരുതെന്ന് മാത്രമുള്ള ചിന്ത. അന്നേരത്തേന് പറയുന്നുണ്ട് ജാനകിയോട്, അമ്മ നമുക്ക് ഈ ഫംഗ്ഷൻ കലക്കണമെന്ന്. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അനാമികയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിന് കൂട്ടു നിൽക്കാനും ജാനകി തയ്യാറാകുന്നുണ്ട്. റൂമിൽ വരുന്ന അനാമിക നന്ദുവിനെ ഫോൺ ചെയ്യും. നന്ദു ചോദിക്കും, നീ എന്തിനാ എന്നെ വിളിച്ചെന്ന്. അവിടുന്ന് ആരാണ്ട് 5-ാം മാസത്തിൻ്റെ ചടങ്ങിന് ഇങ്ങോട്ട് വരുന്നെന്നോ ഇവിടെ എന്തോ പലഹാരവും കെട്ടിപ്പെറുക്കി വരുന്നെന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ എന്ന് പറയും. വേറെ ആരുമല്ല വരുന്നത്, എൻ്റെ അച്ഛനും അമ്മയാണെന്ന് നന്ദുവും മറുപടി പറയും. ആരൊക്കെ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാലും നീ ആ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നു പോയേക്കരുതെന്ന് പറയും. അത് പറയാൻ നീ ആരാണെന്ന് നന്ദുവും ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാനൊന്നും വരുന്നില്ലല്ലോ, പിന്നെ നീ എന്തിനാ എൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതെന്ന് നന്ദു ചോദിക്കും. നീ ഇങ്ങോട്ട് വരുന്നത് തന്നെ അനിയെ കാണാനാണെന്ന് എനിക്കറിയാവടി എന്ന് പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ പുറകെ ഒന്നും നടക്കുന്നില്ല, എനിക്കാരെയും തട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് നന്ദുവും പറയും. പിന്നെ നീ എൻ്റെ ചേച്ചിയെ തള്ളിയത് പിന്നെ എനിക്ക് നിന്നെ കാണുന്ന പോലും ഇഷ്ടമില്ല. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നതിൻ്റെ കാരണം തന്നെ നിൻ്റെ മുഖം കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ, അല്ലാതെ എൻ്റെ ചേച്ചിയുടെ ചടങ്ങിന് വരാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് അനാമികയോട് നന്ദുവും പറയും. അടങ്ങി ഒതുങ്ങി ഞാനിവിടെ കഴിഞ്ഞിട്ടും നീയും നിൻ്റെ അച്ഛനോട് കൂടി പല പ്രാവശ്യം എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ, അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനൊന്നും നിൽക്കണ്ട, അങ്ങോട്ട് വന്ന് ഞാൻ നിന്നെ കാലേ വാരി നിലത്ത് കുത്തുമെന്ന് പറയും. അത് കേൾക്കുന്ന അനാമികയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. ഇത് പറച്ചിലും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം അനിയെ കാണുന്നുണ്ട്. അനി എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അനി നിൽക്കുന്ന കാണുമ്പോഴത്തേന് അനാമിക ചോദിക്കും, നീ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ പുറകെ നിൽക്കുകയായിരുന്നല്ലേ എന്ന്. അതെ, ഞാനെല്ലാം കേട്ട്, നീ എന്തിനാണ് നന്ദുവിനെ വിളിച്ചെന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൾ ഈ ഫംഗ്ഷന് വരരുതെന്ന് ഞാൻ അവളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവൾക്ക് നാണമുണ്ടെങ്കിൽ അവൾ വരത്തില്ല എന്ന് പറയും. അതിനെന്തിനാണ് അവൾ വരാതിരിക്കുന്നത്? അവളുടെ ചേച്ചിമാരുടെ വീടാണിത്, പിന്നെ അവളുടെ ചേച്ചിയുടെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നതും, അതുകൊണ്ട് അവൾ വന്നേ പറ്റത്തുള്ളൂ, വരികയും ചെയ്യുമെന്ന് പറയും. എനിക്കറിയാം അവൾ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഈ ഫംഗ്ഷന് അവൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ, അതിനുവേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കും. നിനക്ക് അവൾ വരുന്നത് ഇഷ്ടമില്ലെങ്കിൽ നീ അന്ന് നിൻ്റെ വീട്ടിലോട്ട് പൊക്കോളാൻ പറയും. അങ്ങനെ ഞാൻ പോകുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരുടെ സംസാരിക്കുകയൊക്കെ ചെയ്യലേ, അതുകൊണ്ട് ഞാൻ പോകത്തില്ലെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് അനാമിക അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അനി ഫോൺ എടുത്തിട്ട് നന്ദുവിനൊരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അനാമിക നിന്നെ വിളിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ നീ എന്നാലും വരാതിരിക്കരുത്, നിൻ്റെ സാമീപ്യം എനിക്ക് ഒരുപാട് ആശ്വാസം നൽകും, വരണമെന്നൊക്കെ പറയുന്നത്. അത് നന്ദു കേൾക്കുന്നുണ്ട്. അന്നേരമാണ് നന്ദുവിൻ്റെ അടുത്തോട്ട് കനക വരുന്നത്. കനക പറയും, മോളെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പോകാമെന്ന് വിചാരിച്ച്, പക്ഷേ ആദർശ് മോൻ്റെ മുത്തശ്ശി വിളിച്ച് പറഞ്ഞ് മോളെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് മോളും കൂടെ ഇന്ന് ഈ ഫംഗ്ഷന് വരണമെന്ന് പറയും. ഞാൻ വരണോ അമ്മേ? ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, അനാമികയ്ക്കാണ് എന്നെ കാണുന്നേ കലിപ്പ, അതുകൊണ്ട് വരുന്നില്ല എന്നുള്ള പരുവത്തിൽ നന്ദു പറയുന്നുണ്ട്. മോളെ മുത്തശ്ശി പറഞ്ഞതല്ലേ, അപ്പം നമ്മൾ ചെന്നില്ലെങ്കിൽ അവരെ ധിക്കരിക്കുന്നതിന് തുല്യമല്ലേ, അതുകൊണ്ട് മോള് വരണം. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് കഴിയുമ്പോൾ അനിയോട് വലിയ സഹകരണത്തിനൊന്നും പോകണ്ട എന്ന് പറയും. ഞാൻ അതിന് അങ്ങോട്ട് കയറി ഒന്ന് സഹകരിക്കാനൊന്നും പോകുന്നില്ലല്ലോ അമ്മയെന്ന് നന്ദു പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, എന്നാലും അനാമിക കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് മോൾ അങ്ങനെ സഹകരണത്തിന് പോകണ്ട എന്ന് പറയും. അമ്മ, നിങ്ങളെല്ലാം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അനിയെ അകറ്റി നിർത്തിയിരുന്നത്, പക്ഷേ എൻ്റെ അകൽച്ച അവന് ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു. ഇനി ഞാൻ എന്തായാലും തീരുമാനിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി അനിയോട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇനി കണ്ടാൽ മിണ്ടുകയും എന്നെ സംസാരിച്ചാൽ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ നന്ദു പറയും. അത് കേൾക്കുമ്പോഴത്തേന് കനക അങ്ങ് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. നന്ദു പോയി കഴിയുമ്പോഴത്തേന് കനക മനസ്സിലോർക്കുന്നുണ്ട് ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ പെൺകുട്ടി ആരെ സ്നേഹിച്ചോ ആ ചെറുപ്പക്കാരൻ്റെ കൂടെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊക്കെ. അത് ഓർക്കുമ്പോഴത്തേനുടനെ
കനക മനസ്സിലോർക്കും, അയ്യോ ഇനിയിപ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുമോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നവി ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ 5-ാം മാസത്തെ ചടങ്ങൊക്കെ വരുമല്ലേ, അന്നേരം നിൻ്റെ വീട്ടുകാർ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കണ്ടേ, നിനക്കിഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ പറയാൻ പറയും. അപ്പോഴത്തേന് അത്ഭുതപ്പെടുന്നുണ്ട് നവ്യ. അപ്പം നവ്യ ചോദിക്കും, ഏയ് അങ്ങനെ ഒന്നുമില്ല അമ്മായി, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, ഓരോ പലഹാരത്തോടും അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ലെന്ന് പറയും. എന്നാലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, നീ പറയാൻ പറയും, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഞാൻ ഇനി അവളോടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാനതെല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറയും. അന്നേരത്തിന് നവ്യ പറയും, വേണ്ട, അങ്ങനെ വയ്യാതിരിക്കുന്ന അമ്മായി അതിനു വേണ്ടി ഒന്നും കഷ്ടപ്പെടണ്ട എന്ന് പറയും. ഇനിയിപ്പം ഞാൻ എന്തായാലും ഈ അടുക്കള ഭരണം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ് ആരെയും ഞാൻ അടുക്കള കയറാൻ അനുവദിക്കത്തില്ലെന്ന് പറയും. പിന്നെ എനിക്ക് ആരെയും ആഹാരം ഉണ്ടാക്കിക്കുന്നതിന് ഇഷ്ടമില്ല, ആരെയും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയും. അതെന്താ അമ്മായി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. പറയും, അതല്ല, ഞാൻ ഒരു ഗ്ലാസ് പാല് കുടിച്ചതിൻ്റെ പേരിലാണ് ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള പരുവത്തിലായത്, ഇത്രയും ദുരിതത്തിൽ നിന്ന് ഞാൻ കയറി വന്നതും അതുകൊണ്ട് ഞാൻ ഇനി ആരെയും അടുക്കളയിൽ കയറ്റത്തില്ല, പിന്നെ ആർക്ക് വേണമെങ്കിലും എന്നെ സഹായിക്കാൻ കയറാമെന്ന് പറയും. ഉടനെ നവ്യ പറയും, എന്തായാലും നയന അമ്മായിക്ക് വെച്ച പാലിനകത്ത് വിഷമൊന്നും കലക്കി വെക്കുകയില്ല, അത് തന്നെയല്ല ആ പാൽ അമ്മായിക്ക് വേണ്ടി കാച്ചി വെച്ചതല്ലായിരുന്നല്ലോ, എനിക്ക് വേണ്ടിയല്ലേ അവളത് കാച്ചി വെച്ചത്, അതുകൊണ്ട് അവൾ നിരപരാധിയാണെന്നൊക്കെ പറയും. ഞാൻ അവളെ കുറ്റപ്പെടുത്തിയൊന്നുമില്ലല്ലോ, എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞെന്നേ ഉള്ളെന്ന് പറയും. പിന്നെ നിനക്ക് എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി തന്നാൽ മതി എന്ന് പറയും. എന്നാൽ ശരി, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പേപ്പറിൽ എഴുതി തരാമെന്ന് പറയും. എന്നിട്ട് പോകാൻ നേരത്ത് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി ടൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവൾക്കും ചില പലഹാരമൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ, അതുകൊണ്ട് അവളുടെ ഇഷ്ടം അനുസരിച്ചുള്ളതും കൂടെ പേപ്പറിൽ എഴുതിയേക്കണം എന്ന് പറയും. ഈ നവി പറയുന്നുണ്ട്, നയനയ്ക്ക് അങ്ങനെയുള്ള ഇഷ്ടങ്ങളൊന്നും ഇല്ല അമ്മായി എന്ന് പറയും. അതൊന്നും അങ്ങനെ പറയണ്ട, എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ, നീ ഒന്ന് അതുകൂടെ ചോദിച്ചിട്ട് എഴുതി വെച്ചേക്കണം, ഞാനത് നോക്കിയിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ നിൻ്റെ വീട്ടിൽ നിന്ന് എടുപ്പത് പലഹാരമൊക്കെ ആയിട്ട് വരുന്നെന്ന് എനിക്കറിയാം, എന്നാലും ഈ വീടിൻ്റെ അന്തസ്സിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. പിന്നെ നിൻ്റെ അനിയത്തിയുടെ ഇഷ്ടം കൂടെ ചെയ്ത് വെച്ചേക്കാം, അല്ലേ അവൾ പിന്നെ ഇവിടുന്ന് പിണങ്ങിപ്പോയാലോ, നിൻ്റെ അച്ഛനും അമ്മയും വരുന്ന കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അവൾ കൂടെ പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവളെ അങ്ങ് സന്തോഷിപ്പിച്ചേക്കാം. പിന്നെ അവൾ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, പിന്നെ എൻ്റെ മോൻ്റെ കരച്ചിൽ കാണണമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാനെല്ലാം സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് പോവും. പക്ഷെ ദേവയാനി പോകുമ്പോഴും ദേവയാനിയുടെ മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ട്, അത് നവ്യ കാണുന്നൊന്നുമില്ല. അന്നേരം നവ്യ ഓർക്കുന്നുണ്ട്, എൻ്റെ അനിയത്തിയുടെ കരളും കൊണ്ടാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്, അതൊന്നും അറിയാതല്ലേ ഈ തിളയ്ക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.